ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ബസ്സിന് വന്ന് ഒരാൾ ഇറങ്ങിയിട്ട് ഈ ഇല്ലത്തോടിക്ക് വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഹോസ്പിറ്റലിൽ പോകാനാണെന്ന് പറഞ്ഞിട്ട് ഓട്ടം വിളിച്ചിട്ട് പോയത്. അപ്പോൾ ഇല്ലത്തോടിക്ക് അങ്ങനെ ഒരു ഇത് നടന്നിട്ടില്ലെന്നാണ്. പിന്നെ ദേവസ്ഥാനമൊക്കെ ചെന്നിട്ട് 2 പേര് കൂടി കയറി. എന്നിട്ട് കളമശ്ശേരിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവർ ദേവസ്ഥാനമൊക്കെ തന്നെ ആ ബിയറിൻ്റെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ എടപ്പള്ളി സിഗ്നലിൻ്റെ അവിടെ ചെന്നിട്ട് അവിടെയും ഒരു കൂട്ടുകാരനോട് പൈസ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു അവിടെ ഒരു 3/4 മണിക്കൂറോളം അവിടെ നിർത്തി. പിന്നെ കളമശ്ശേരിക്ക് പോയി തിരിച്ചവർ ഓരോ സ്ഥലത്തും അങ്ങനെ കുറേ സമയം ഇങ്ങനെ നിർത്തി സമയം വൈകിച്ചെന്നാണ് പറയണത്. എൻ്റെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ പറഞ്ഞ് ഞങ്ങളുടെ വണ്ടി ബീച്ചിൻ്റെ അവിടെ ഇരിക്കുകയാണ്, അപ്പം ഞങ്ങളൊന്ന് അവിടെ കൊണ്ട് ഇറക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് വണ്ടി ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നോക്കിയിട്ട് വണ്ടികളൊന്നും കാണാനില്ല. അപ്പോൾ കുറേ നല്ല ഇരുട്ടുള്ള സ്ഥലം വന്നപ്പോൾ പറഞ്ഞ് ഞങ്ങളുടെ വണ്ടി അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് അനീറ്റിനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അനീറ്റ് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വന്നില്ല, ഞാനിവിടെ വണ്ടിയിലിരുന്ന് റോഡ് സൈഡ് നോക്കാമെന്ന് പറഞ്ഞപ്പം ഒരാൾ വന്നുകൊണ്ട് വേഗം അനീറ്ററെ കൈ ഇങ്ങോട്ട് വായ പൊത്തി പിടിച്ചിട്ട് കുനിച്ച് നിർത്തി. ബാക്കി 2 പേരും കൂടി കുനിച്ച് നിർത്തി വന്ന് എന്തൊരു സാധനം വെച്ച് നല്ല ഇടിയിട്ടിച്ച്. എൻ്റെ അമ്മക്കാണെങ്കിൽ വയ്യാണ്ടിരിക്കണേണ്. അനീറ്റിക്ക് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് വേണം എൻ്റെ വീട് കഴിയണമെങ്കിൽ. അപ്പം എൻ്റെ ശരീരത്തൊന്നും തൊടാൻ പോലും പറ്റണില്ല, അതുപോലെ ആക്കി കളഞ്ഞിടിച്ച്. ഫോണും തട്ടിപ്പ പോലീസുകാരാണ്. അവിടെയുള്ള ആൾക്കാർ നിലവിളിയിട്ട് ഓടിയെത്തിയതാണ്. ഓടിയെത്തി പോലീസുകാരെ അറിയിച്ച് അവരാണ് കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയത്. ഇപ്പം നട്ടിലിന് പൊട്ടുണ്ട്, പക്കവാരിയിൽ പൊട്ടിയിട്ടുണ്ട്, ലങ്സിൻ്റെ അവിടെയൊക്കെ ഇതുണ്ട്. ശരീരത്തൊന്നും തൊടാൻ പോലും പറ്റണില്ല. അമ്മ വയ്യാതെ കിഡ്നിക്ക് അസുഖമായിട്ട് ഇങ്ങനെയാണ്. മൊബൈൽ ഫോൺ അവർ തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോയി കളഞ്ഞു. ഇല്ല, അവർ ഇങ്ങനെയാണ് പറയണത്. അപ്പോൾ വണ്ടിയിൽ കയറിയപ്പോൾ പറഞ്ഞത് സൗത്തിലെയും ഉദയ കോളനിയിലുള്ളവരെന്നാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ഈ പ്രഭൂസിൻ്റെ അവിടെ പമ്പിൽ പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ട് പെട്രോൾ അടിക്കാൻ 2 പ്രാവശ്യം. പിന്നെ ചെറായി നിന്ന് കയറിയവരെയും കാണാൻ പറ്റും CCTVയിൽ നോക്കിയാൽ. ഇല്ല, കുഴപ്പമില്ല മെഡിക്കൽ ട്രസ്റ്റിലാണ്. പോലീസുകാരാണ് ആദ്യം കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ നിന്ന് പറ്റൂലെന്ന് പറഞ്ഞു. കളമശ്ശേരി കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അവിടെയും പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെ കൊണ്ടാണെങ്കിൽ യാതൊരു നിവൃത്തിയുമില്ലാത്ത ആൾക്കാരാണ്. അവൾ ഓട്ടോ ഓടിച്ചിട്ടാണ് ഞങ്ങളുടെ വീട് കഴിയണത്. അതിനാണ് ഇങ്ങനെ ആക്കിയിട്ടേക്കണത്. നിലവിൽ പോലീസ് എത്തി മൊഴി എടുത്തിട്ടുണ്ടല്ലോ. മൊഴി എടുത്തിട്ടുണ്ട്. പോലീസ് കേസ് എടുത്തിട്ടുണ്ടോ അറിയോ? രാവിലെ വന്ന് മൊഴി എടുത്തിട്ട് പോയിട്ടുണ്ട്.